ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ സുമിത്രയും സരസ്വതി അമ്മയും കൂടി രഞ്ജിതയുടെ വീട്ടിൽ ശരിക്കും ആസ്വദിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ സരസ്വതി അമ്മ. അവളെ ഞാൻ കുളം തോണ്ടിക്കും എന്നാ സരസ്വതി അമ്മ പറയുന്നത്. മനസ്സിലുള്ള പക മുഴുവൻ പറഞ്ഞും ചെയ്തും തീർക്കാൻ കിട്ടിയ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തി അതിന് മാക്സിമം എന്താ പറയുന്നത് വഹിക്കാനായിട്ട് നമ്മുടെ സരസ്വതി അമ്മ തയ്യാറെടുക്കുന്നു. അങ്ങനെ സരസ്വതി അമ്മ അത് സുമിത്രയോടും പറയുന്നു. ലാസ്റ്റ് സരസ്വതി അമ്മ തിന്നുന്നത് വരെ പിടിച്ചു പറിച്ച് കൊണ്ടുപോകാൻ തുടങ്ങി അരവിന്ദൻ. ഇതെല്ലാം കണക്കില്ലാത്ത കാര്യങ്ങളാണ്. അങ്ങനെ സരസ്വതി അമ്മ ഒരു പരിധി കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ കുടുംബം നശിച്ചു പോകുമെന്നും പറഞ്ഞ് ഈ പണിയൊക്കെ കാണിക്കുന്നതെന്ന് ഓർക്കണം. അങ്ങനെ ആ ഒരു രസകരമായ കാര്യം അവിടെ സംഭവിക്കുന്നേ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സുമിത്ര ഇങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് സുമിത്രയെ കൊണ്ട് സരസ്വതിയമ്മ ഓരോന്നൊക്കെ ചെയ്യിക്കുക. നീ പോയി അതെടുത്തോണ്ട് പോവാ, നീ പോയി ഇതെടുത്തോണ്ട് പോവാ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ സരസ്വതിയമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പാടെ തന്നെ നമ്മുടെ സുമിത്ര ചെയ്തും കൊടുക്കുന്നുണ്ട്. സുമിത്രയ്ക്ക് അതൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം രഞ്ജിതയെ മുട്ടിപ്പിക്കാനുള്ള കേസ് കെട്ടായതുകൊണ്ട് സുമിത്രയും അതിന് കൂട്ട് നിൽക്കുമല്ലോ. എന്തായാലും അവർ രണ്ടുപേരും കൂടെ നല്ല അടിച്ച് പൊളിച്ച് അവിടെ കഴിയുവാണ്. അങ്ങനെ സുമിത്രയെ വേലക്കാരിയാക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ രഞ്ജിതയെ ഓരോന്ന് കാണിക്കുമ്പോൾ രഞ്ജിതയെ കുത്തുവാള എടുപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇവർ രണ്ടുപേരും കൂടി ചെയ്യണേ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വളരെ മനോഹരമായ രീതിയിൽ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പോണു. ഈ സംഭവങ്ങളൊക്കെ അവിടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് പിന്നീടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൂജ എങ്ങനെയെങ്കിലും രഞ്ജിതയുടെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് കിണഞ്ഞു പരിശ്രമിക്കുകയാണ് മകൻ. പക്ഷേ രഞ്ജിതയുടെ വീട്ടിലേക്ക് വരാനായിട്ട് പൂജ ഒട്ടും തയ്യാറെടുക്കുന്നില്ല. കാരണം രഞ്ജിതയും താനും തമ്മിൽ ചേരില്ലെന്നുള്ള കാര്യം പൂജ മകനോട് തുറന്നു പറഞ്ഞു. പക്ഷേ അതൊക്കെ തൻ്റെ തോന്നലാണെന്നും പറഞ്ഞ് എങ്ങനെയെങ്കിലും കൊണ്ടുപോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ആശാൻ. അമ്പലത്തിൽ ചെന്നിട്ട് അവിടുത്തെ സെക്രട്ടറിയെ കാണുന്ന കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ പൂജ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകും എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുക. പെട്ടെന്നാണ് അവിടുത്തെ മാനേജറെ കാണാനായിട്ട് പങ്കജ് തീരുമാനിച്ചു. എന്നിട്ട് പൂജയോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ പോയി അന്വേഷിക്കാം. അപ്പോൾ എല്ലാത്തിനും മുൻകൈ എടുത്ത് ചെയ്യുക. അപ്പോൾ അതും കൂടെ കാണുമ്പോൾ പൂജയ്ക്ക് കൂടുതൽ സന്തോഷമാകുമല്ലോ, ഇഷ്ടമാകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കണ്ട് ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പൂജ അവിടെ ഇരുത്തിയിട്ട് ആശ നൈസായിട്ട് സംസാരിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോണു. അങ്ങനെ സംസാരിക്കാൻ പോയി അയാളെ ചെന്ന് കണ്ടിട്ട് അയാളോട് നൈസായിട്ട് പറയുവാണ്, അതെ ചേട്ടാ, അതെ ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി വന്നതാ, പക്ഷേ ചേട്ടൻ എനിക്കൊരു ഉപകാരം ചെയ്യണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാൾക്ക് കുറച്ച് പൈസ എടുത്തു കൊടുത്തു. ഇന്ന ദിവസം ഇങ്ങനെ ഇവിടെ ഒരാൾ വന്നിരുന്നു, ആ ആൾ ഇവിടുത്തെ CCTV ക്യാമറയിലുണ്ടോ എന്നൊന്ന് നോക്കണമെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞതുപോലെ തന്നെ ഇയാൾ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ അനിരുദ്ധ അതിലൊക്കെ നടക്കുന്നത് കാണാൻ കഴിഞ്ഞു. അങ്ങനെ കാണാൻ കഴിഞ്ഞപ്പോൾ അതെ ഇയാൾ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കൂടെ ഒരാൾ വന്നിരിക്കുന്നത്. ചേട്ടൻ എങ്ങനെയെങ്കിലും അയാളെ കാണത്തില്ലാത്ത രീതിയിൽ എങ്ങനെയെങ്കിലും ആ ഫോട്ടോസോ അല്ലെങ്കിൽ ആ CCTV ദൃശ്യങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം ഞാൻ എങ്ങനെ ചെയ്യും എന്ന് ഇയാൾ ചോദിച്ചപ്പോഴത്തേക്കും അപ്പം ഞാൻ തന്ന പൈസ ചേട്ടൻ കൈനീട്ടി വാങ്ങിച്ചതല്ലേ, ചേട്ടനത് ചെയ്താൽ എന്താ എന്ന് ചോദിച്ച് പങ്കജ് ഇങ്ങനെ അയാളോട് പറഞ്ഞു. അപ്പം കൊടുത്ത കാശിന് കൂറ് കാണിക്കണമല്ലോ, അതുകൊണ്ട് തന്നെ അയാൾ അത് ചെയ്തോളാമെന്ന് ഏറ്റു. എന്നിട്ട് ഈ പങ്കജ് ഒന്നും അല്ലാത്തതുപോലെ നേരെ പൂജയും കൂട്ടിക്കൊണ്ട് അയാളുടെ അടുത്തേക്ക് ചെല്ലുക. ഞാൻ അവിടെ ചെന്ന് കണ്ടിട്ടുണ്ട്, നമുക്ക് പോയി ചോദിക്കാമെന്നും പറഞ്ഞു. അങ്ങനെ പൂജയും കൂട്ടിക്കൊണ്ട് പോണു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ചെല്ലുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇയാളോട് കാര്യങ്ങളെല്ലാം നമ്മുടെ പൂജ തന്നെ അങ്ങോട്ട് പറയുക. പൂജ അങ്ങോട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, ഇതിനെന്താ നോക്കാമല്ലോ, കുഴപ്പമൊന്നുമില്ലെന്നും പറഞ്ഞു. ഇയാൾ എന്നിട്ട് ഈ CCTV ഫോട്ടോസ് ഒക്കെ എടുത്ത് കാണിക്കുന്നു. പക്ഷെ അതിനകത്ത് ബാക്കി എല്ലാവരും ഉണ്ട്, അനിരുദ്ധ മാത്രമില്ല. അപ്പോൾ അനിരുദ്ധ ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് തോന്നിയതാണെന്ന് പൂജ അങ്ങോട്ട് ഉറപ്പിച്ചു. അപ്പോൾ അമ്മയ്ക്ക് തോന്നിയതാണ്, അനിരുദ്ധേട്ടൻ ഇവിടെ വന്നിട്ടില്ല എന്ന് പൂജയും ഉറപ്പിച്ചു. എന്നിട്ട് ഇവർ തമ്മിൽ അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ഉള്ളിൽ മക്കളെ കാണണം എന്നുള്ളൊരു ആകാംക്ഷ അല്ലെങ്കിൽ ആഗ്രഹം കൊണ്ട് നടക്കുന്നത് കൊണ്ട് അങ്ങനെ തോന്നിയതാണ് സുമിത്ര ആൻറ്റിക്ക്. ഇവിടെ അനിരുദ്ധേട്ടനൊന്നും വന്നിട്ടില്ല, ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ പങ്കജ് പൂജയെ തെറ്റിദ്ധരിപ്പിക്കുക. അപ്പോൾ പൂജ ഇത് കേട്ട് കഴിഞ്ഞു. പിന്നെ അത് വിശ്വസിച്ചു. കാരണം CCTVയിലും അതിലാളോ അങ്ങനെ ആരും ഇല്ല. അപ്പോൾ പിന്നെ അത് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ, അതിനൊരു ഇതുമില്ല. അപ്പോൾ വിശ്വസിച്ചു. അങ്ങനെ ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞിട്ട് പൂജയെ വിളിച്ചുകൊണ്ട് പോകുക. എന്നാൽ നമുക്ക് വീട്ടിൽ പോയി അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം എന്നും പറഞ്ഞ് പൂജയെ പങ്കജ് വീട്ടിലേക്ക് നിർബന്ധിച്ച് വിളിക്കുമ്പം പൂജ പോകാൻ കൂട്ടാക്കുന്നില്ല. വേണ്ട, അമ്മയൊക്കെ വരുന്ന സമയത്ത് ഞാൻ കണ്ടോളാം, ഇപ്പം എനിക്ക് കാണണ്ടെന്നും പറഞ്ഞു. അങ്ങനെ ആ ഒരു നിർബന്ധ ബുദ്ധിയോട് കൂടി തന്നെ പൂജ നേരെ വീട്ടിലോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു. എന്തായാലും പങ്കജ് കുറേ പണിപ്പെട്ടു, പക്ഷെ കൊണ്ടുപോകാൻ പറ്റിയില്ല. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അനിരുദ്ധ എന്ത് ചെയ്തു, അനുജനെ കാണാനായിട്ട് പോവുകയാണ്, അതായത് ജയിലിലേക്ക്. അവിടെ ചെന്നപ്പോൾ ആദ്യം ചെന്ന് കണ്ട പ്രതീക്ഷിനെയല്ല പിന്നെ നമ്മുടെ അനിരുദ്ധിനെ കാണാൻ കഴിഞ്ഞത്. അനിരുദ്ധിനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ അനിരുദ്ധിനെ കാണാൻ താല്പര്യം കാണിക്കാത്ത അങ്ങനെ ഒരാളെ.
അപ്പോൾ ഈ പ്രതീഷിൻ്റെ രീതികളൊക്കെ കണ്ടപ്പം നിനക്ക് എന്താ പറ്റിയത്, നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിച്ചപ്പം എന്തിനാ ഏട്ടൻ എന്നെ കാണാൻ ഏത് നേരം ഇങ്ങോട്ടേക്ക് വരുന്നത്, അതിൻ്റെ ആവശ്യമുണ്ടോ, പ്രതീക്ഷ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്നെ കാണാനോ അല്ലെങ്കിൽ എന്നെ ഈ ജയിലിൽ നിന്ന് ഇറക്കാനൊന്നും അല്ലല്ലോ നിങ്ങളുടെ ആരുടെയും താല്പര്യം എന്ന് നിന്നോടാരാ പറഞ്ഞത്, പറഞ്ഞത് ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിച്ചു. നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ, ഇന്ന് ഈ ലോകത്ത് എനിക്ക് എൻ്റേതെന്ന് പറയാൻ എനിക്കറിയാവുന്നത് നീ മാത്രമേ ഉള്ളൂ. ആ നിന്നെ ഞാൻ ഉപേക്ഷിച്ച് കളയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം ഏട്ടൻ കൂടുതൽ ഡയലോഗൊന്നും അടിക്കണ്ട, ഏട്ടൻ എന്നോട് ഒരാത്മാർത്ഥതയും കാണിക്കുന്നില്ലെന്നുള്ള കാര്യം പറഞ്ഞു. നീ അങ്ങനെ ഒരിക്കലും പറയരുതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനിരുദ്ധ നേരം പറയാം. എന്നിട്ട് ഇവർ തമ്മിൽ കുറേ നേരം നിന്ന് സംസാരിച്ചു. അപ്പോൾ അത് ഏകദേശമൊക്കെ അനിയൻ്റെ ആ ഒരു തെറ്റിദ്ധാരണയൊക്കെ ഏട്ടന് മാറ്റാനായിട്ട് പറ്റി. ഇതെല്ലാം രഞ്ജിത പിശാച് വന്ന് പറഞ്ഞേൽപ്പിച്ച് കൊടുത്തേച്ച് പോയതാണ്. എല്ലാവർക്കും നിന്നെ വേണ്ട, നിൻ്റെ കൊച്ചിനെ തട്ടിയെടുക്കാനായിട്ടുള്ള പരിശ്രമം, അതുകൊണ്ട് നിന്നെ ഇവിടെ തന്നെ കിടത്താം, ആ ഓരോതൊക്കെ അങ്ങനെ ഡയലോഗുകളും കാര്യങ്ങളെല്ലാം രഞ്ജിതയുടെ വാക്കും കേട്ടിട്ടാണ് ഈ മാതിരി പരിപാടികളൊക്കെ ആശാൻ ഒപ്പിക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഏട്ടനെ കുറേയൊക്കെ അനുജന് മനസ്സിലായി. പിന്നെ അവിടെ നിൽക്കുന്ന സമയം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങ് പോന്നു. പിന്നെ അവരുടെ ആ ഒരു കാര്യം ഓർത്ത് അനിരുദ്ധ ഇങ്ങ് പോരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സുമിത്ര. അപ്പോൾ രഞ്ജിത അവിടെ ഇല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സുമിത്ര അത് അരവിന്ദനെ സോപ്പിട്ട് ചോദിച്ചു, അതെ ഞങ്ങളുടെ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, അതൊക്കെ എവിടെയാണെന്ന് അറിയാമോ എന്നിങ്ങനെ ചോദിച്ചു. സാധനങ്ങളോ, നിങ്ങളുടെ ആരുടെ സാധനങ്ങൾ, ഏത് സാധനങ്ങൾ, നിങ്ങളുടെ സാധനങ്ങൾ ഇവിടെ ആർക്കും അറിയത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ഒച്ച എടുത്തപ്പോൾ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, എൻ്റെയും അതുപോലെ പൂജമോളുടെയും പിന്നെ രോഹിത്തിൻ്റെ ഒക്കെ കുറച്ച് സാധനങ്ങൾ ഈ വീട്ടിലുണ്ടായിരുന്നു, എനിക്കതൊക്കെ തിരിച്ചു വേണമെന്ന് പറഞ്ഞു. അത് കുറേയൊക്കെ ഞങ്ങൾ നശിപ്പിച്ചു, കുറേ ഞാൻ എവിടെയാ സ്റ്റോർ റൂമിലും എല്ലാം കാണും, എനിക്കറിയില്ല എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ എന്നാൽ സ്റ്റോർ റൂമിൻ്റെ താക്കോലൊന്നും എനിക്ക് തരാവോ, ഞാനൊന്ന് അതിൽ നിന്ന് നോക്കിക്കോട്ടെ എന്ന് ചോദിച്ചു. ആദ്യമൊന്നും അരവിന്ദ് സമ്മതിച്ചില്ല. പക്ഷെ സുമിത്ര നിർബന്ധിച്ച് ആ സാധനം പതുക്കെ കൈക്കലാക്കി. എന്നിട്ട് നേരെ അതായത് താക്കോൽ കൈക്കലാക്കി. എന്നിട്ട് നേരെ വിട്ടു സ്റ്റോർ റൂമിലേക്ക്. അവിടെ ചെന്ന് അവിടുന്ന് ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ട് നോക്കുക. അപ്പോൾ അതിൽ നിന്ന് സുമിത്രയും അതുപോലെ രോഹിത്തും കൂടെ നിൽക്കുന്നൊരു ഫോട്ടോ കിട്ടി. അതുപോലെ നിർണായകമായ ഒരുപാട് തെളിവുകൾ നമ്മുടെ സുമിത്രയ്ക്ക് അതിൽ നിന്ന് കിട്ടി. അപ്പോൾ സുമിത്ര ഇങ്ങനെ അതിനകത്തുനിന്ന് എല്ലാം ചകഞ്ഞ് ഇതൊക്കെ. അപ്പോൾ ഈ രഞ്ജിതയെക്കുറിച്ചൊരു ഡയറി തന്നെ എഴുതി വെച്ചിരുന്നു നമ്മുടെ രോഹിത്ത്. അപ്പോൾ അതൊക്കെ സുമിത്രയുടെ കയ്യിൽ കിട്ടി. ഇതൊക്കെ വായിച്ചിട്ട് അനുജത്തിക്ക് സ്വത്ത് എഴുതി കൊടുത്ത രോഹിത് എന്തിനാ ഇങ്ങനെ അനുജത്തിയെക്കുറിച്ച് ഡയറിയിൽ എഴുതിയിരിക്കുന്നത്, ഇതിലെന്തോ കള്ളക്കളി ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. ഇങ്ങനെ അത് ആ സംശയത്തിൻ്റെ ഇതിൽ നിൽക്കുക. അപ്പോഴാണ് രഞ്ജിത കയറി വരുന്നത്. രഞ്ജിത വന്നിട്ട് അരവിന്ദനോട് ചോദിച്ചു, എന്ത് ചെയ്യും സുമിത്ര, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അവൾ ആ സ്റ്റോർ റൂമിലുണ്ടെന്ന് പറഞ്ഞു. സ്റ്റോർ റൂമിലോ? അവളുടെയും അതുപോലെ രോഹിത്തിൻ്റെയോ ആ പെണ്ണിൻ്റെ ഏതാണ്ടൊക്കെ സാധനങ്ങൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു, അവൾക്കതൊക്കെ ഒന്ന് വേണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് സ്റ്റോർ റൂമിൻ്റെ താക്കോലും അതിനെടുത്ത് കൊടുത്താണെന്ന് പറഞ്ഞപ്പം നിങ്ങളെന്ത് മണ്ടത്തരാ മനുഷ്യ ഈ കാണിച്ചത്, നിങ്ങളെന്ത് പണിയായി കാണിച്ചത്, നിങ്ങൾ ഞാൻ എന്താ വേണ്ടത് എന്നും ചോദിച്ചു ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യപ്പെടുന്നു. അങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് നേരെ രഞ്ജിത സ്റ്റോർ റൂമിലേക്ക് ഓടുക. അവിടെ ചെന്ന് എന്തെങ്കിലും സുമിത്ര കാണിക്കുന്നുണ്ടോ എന്ന് അറിയാൻ. അപ്പോൾ ഈ ഡയറി എടുത്ത് സുമിത്ര ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രഞ്ജിത അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. പെട്ടെന്ന് ശബ്ദം കേട്ടുകൊണ്ട് നമ്മുടെ സുമിത്ര ഒന്നും അല്ലാത്ത പോലെ ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും രഞ്ജിതയുടെ സ്റ്റോർ റൂമിൽ നിന്നും ഇടിവെട്ട് തെളിവുകളുമായിട്ട് നമ്മുടെ സുമിത്ര പുറത്തേക്ക് വരികയാണ്. അപ്പോൾ അടിപൊളി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി നമ്മുടെ കഥ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.